IPL കഴിഞ്ഞു. ഇനി ഇന്ത്യയുടെ അടുത്ത സീരീസ് അയർലൻഡുമായിട്ടാണ്. 2 T20 ഇന്ത്യ അയർലൻഡുമായിട്ട് കളിക്കുന്നത്. ഇതിനുള്ള ഇന്ത്യൻ ടീമിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൂര്യകുമാറിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ്. സൂര്യകുമാർ ചിലപ്പോൾ ഇന്ത്യൻ ടീമിൽ തന്നെ ഉണ്ടായിരിക്കില്ല. പകരം ആരായിരിക്കും പുതിയ ക്യാപ്റ്റൻ? അത് മറ്റാരുമല്ല, സഞ്ജു സാംസൺ ആണ്. ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് 2 താരങ്ങളുടെ പേരുകളാണ് വന്നിരിക്കുന്നത്. ഒന്ന് സഞ്ജുവും മറ്റേത് ശ്രേയസുമാണ്. പക്ഷേ ശ്രേയസിന് പരിക്കുകളുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ സഞ്ജുവിനെ ക്യാപ്റ്റൻ ആക്കാനാണ് പദ്ധതി. ഗംഭീറും സപ്പോർട്ട് ചെയ്യുന്നത് സഞ്ജുവിനെയാണ്. ജൂൺ 26 വൈകിട്ട് 7:30 ആദ്യ T20. ഇനി ഇതിലേക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ നോക്കിയാൽ ഓപ്പണിംഗിൽ അഭിഷേക് ഉണ്ടാവുമെന്നത് ഉറപ്പാണ്. മറ്റൊരു ഓപ്പണർ സഞ്ജുവല്ല, പകരം വൈഭവ് സൂര്യവംശി T20 ടീമിലേക്ക് വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജു മൂന്നാമതായിട്ടായിരിക്കും കളിക്കാൻ പോകുന്നത്. 15-ാം വയസ്സിൽ ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റത്തിന് സൂര്യവംശിക്ക് വഴിയൊരുങ്ങുകയാണ്. ഇനി തിലക് വർമ്മയ്ക്ക് പകരം രജിത് പട്ടിദാരായിരിക്കും ടീമിൽ ഉണ്ടാവാൻ പോകുന്നത്. തിലക് T20യിൽ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതുപോലെ ഹാർദിക് പാണ്ഡ്യയും ടീമിലുണ്ടായിരിക്കും. ഇനി റിങ്കു സിംഗിനെ ഒഴിവാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യയെ ടീമിലേക്ക് എടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബൗളിംഗിൽ അർഷദീപ് സിംഗിനെ ഒഴിവാക്കി പകരം ആ സ്ഥാനത്തേക്ക് ഭുവനേശ്വർ കുമാറിനെയാണ് പരിഗണിച്ചിരിക്കുന്നത്. ഭുവനേശ്വരും ബുംറയും ആയിരിക്കും ഇന്ത്യയുടെ ബൗളിംഗിലെ കുന്തമുന. ഇനിയൊരു പക്ഷേ രജിത് പട്ടിദാറിന് അവസരം കൊടുക്കാതെ വീണ്ടും ആ സ്ഥാനത്തേക്ക് തിലക് വർമ്മ തന്നെ വരാൻ സാധ്യതയുണ്ട്. തിലകിനെ വൈസ് ക്യാപ്റ്റനാക്കാനും പദ്ധതിയുണ്ടെന്ന റിപ്പോർട്ടാണ് കാണാൻ സാധിക്കുന്നത്. സഞ്ജു ടീമിലുണ്ടാകുമെന്നത് 100% ഉറപ്പായിരിക്കുകയാണ്. ഇനിയൊരു പക്ഷേ അവസാന നിമിഷം ക്യാപ്റ്റൻ സ്ഥാനം സഞ്ജുവിൽ നിന്ന് മാറി ശ്രേയസ് കിട്ടാനും സാധ്യതയുണ്ട്. സെലക്ടർ അഗാക്കർ സപ്പോർട്ട് ചെയ്യുന്നത് ശ്രേയസിനെയാണ്, എന്നാൽ ഗംഭീർ സപ്പോർട്ട് ചെയ്യുന്നത് സഞ്ജുവിനെയാണ്. അയർലൻഡ് T20ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുന്നത് നാളെയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.